നോക്കൂ, ഇന്നത്തെ പരിപാടിക്ക് അങ്ങനെ ഞാനും ലിബിനും തുമ്പി ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് നമ്മളങ്ങനെ വണ്ടി കാണാൻ പോവുകയാണ്. ഇന്നൊരു വണ്ടി നമ്മൾ ഫിക്സ് ചെയ്യാൻ തീരുമാനിച്ചു. ഇന്നത്തെ തൊഴിൽ നമ്മൾ തുടങ്ങി കേട്ടോ. നമ്മളെ കാർ അവിടെ നിർത്തി. ഇന്ന് എങ്ങോട്ടൊന്നുമില്ല, ഞങ്ങൾ ഇങ്ങനെ മലയാളീനെ കണ്ട്. പേരെന്നാ? നാട്ടിലെവിടെയാ? പോക്കോട്ടെ പോവാണ്, ഇനി സമയമില്ല. ഒന്നും കൂടെ അടിച്ചോ. തുമ്പിനെ തുമ്പിക്ക് എന്നാ പ്രത്യേകത ഒന്നുമില്ല. ഒന്ന് കാണുന്നത് പിന്നെ എല്ലാം പിന്നെ എന്നാ പറയാ, ഈ നമുക്ക് ഇഷ്ടപ്പെടാത്ത ടൈപ്പുള്ള വണ്ടികളാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടി വരുമ്പം ഇത് കണ്ട്, ഇതിനൊത്ത ലുക്ക് വണ്ടിയാണ്. എന്താ ലുക്ക് നോക്കിയാൽ നമ്മളെന്തിനാ ഇവിടെ കറങ്ങുന്നേ? പക്ഷേ ഞാൻ ചോദിക്കുന്നത് മോനെ, നമുക്ക് അങ്ങോട്ട് പോകണ്ടേ മോനെ? ഫൈനലി നമ്മളങ്ങനെ അടുത്ത ദിവസം ഇറങ്ങിയിരിക്കുകയാണ്. തുമ്പി എന്താ വാണക്കേസും പിടിച്ച് പോയേക്കോട്ടെ, അത് ക്യാമറ തിരിക്കാൻ പോയേക്കോ. എല്ലാം ഏറ്റു പിടിക്കാട്ടോ, നമ്മുടെ അതേ പരിപാടി തന്നെ, എല്ലാ കേസും പിടിക്കും. ഓക്കെ 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 ഗൈസ്, ഞങ്ങളെ വണ്ടി നോക്കാൻ വേണ്ടി പോവാണ്. ഇത് കുറച്ച് ദിവസമായി ഇവിടെ കിടക്കാനുണ്ട്, ഇതുവരെ ഒന്നും ആയില്ലെന്ന് തോന്നുന്നു. നമുക്ക് നേരെ പോയി ഇന്നത്തെ വണ്ടികൾ കണ്ടു തുടങ്ങാം. നമുക്ക് ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത് എൻഡവർ. അടുത്ത വണ്ടി എന്ന് പറയുന്നത് എൻഡവർ. നമ്മൾ ഏത് വണ്ടിക്ക് എങ്ങനെ പോകുന്ന ഇതാ. ഇന്ന് ഛർദി ഉറപ്പാട്ടോ, ആർക്കെങ്കിലും തലവേദന ഛർദിയാലും ഉറപ്പാ. ഇതിനാണോ പോകുന്നത് ചേട്ടായി? ഭരത്തേട്ട് ഇതിനാ തുമ്പി ഇതിനാ പോകുന്നത്? കയറാം. വണ്ടി ഇരിക്കണോ? വേണ്ട വേണ്ട നീ ഓടിച്ചപ്പോ തുറക്ക്, കേറാം. നല്ല തിരക്കാട്ടോ. ആ തിരക്കെന്ന് നോക്കിയേ, ഫുള്ള് 3 വണ്ടി കാണണം, ഏതായാലും ഒന്ന് സംഘടിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ പരിപാടി കേട്ടോ. നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് സഞ്ചരിച്ചോണ്ടിരിക്കും. വണ്ടി ഉണ്ട് 2017 രജിസ്ട്രേഷൻ, 2019 രജിസ്ട്രേഷൻ, 2018 രജിസ്ട്രേഷൻ. അതിൽ ഒരെണ്ണം തേർഡ് ഓണർ ആണെന്ന് കൂടെ പറ. 2 തേർഡ് ഓണർ. സ്ക്രൂ വണ്ടി, ഫുൾ സ്ക്രൂ ആയിരിക്കും. ഫുൾ എല്ലാ ഭാഗത്തും സ്ക്രൂ ഇവിടുത്തെ ടാക്സികളെല്ലാം ഏകദേശം ഇതേപോലെയാണ്. എന്റെ അനിയനെ കൊണ്ട് അടിമപ്പണി അയക്കുന്നുണ്ട്. എല്ലാ സാധനവും നമ്മൾ ക്ലയന്റിന്റെ അടുത്ത് എത്തിയിട്ട് എല്ലാം ശരിയായിക്കൊണ്ടിരിക്കുക. OBD സ്കാനർ അടുത്തെടുക്കുക, മേഡ് ഇൻ ചൈന, എല്ലാം ചൈന തന്നെ. അങ്ങനെ ഞങ്ങളൊരു വീട്ടിൽ വണ്ടി കാണാൻ വന്നിരിക്കുകയാണ് ഗായ്സ്. തുമ്പിയുടെ കൊച്ചണ്ടി ഉണ്ടായിരുന്നു അവിടെ. നിങ്ങൾക്ക് തുമ്പി നല്ലായിരുന്നു പേരുണ്ട്, കൊച്ചണ്ടി എന്നായിരുന്നു പേരുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു വണ്ടി കിടപ്പുണ്ട്, അതാണ് നമുക്ക് കാണാൻ വേണ്ടി പോകണ്ട കേട്ടോ. വെയിറ്റ് ചെയ്യാം. ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടി. നമ്മുടെ അല്ല, കണ്ടോന്റെ വണ്ടി. എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആവുള്ളൂ. കാണാൻ വന്ന വണ്ടി ഇത് ഗൈസ്. വണ്ടി കണ്ടു, വണ്ടിയുടെ വില അറിയില്ല. വണ്ടി ഫസ്റ്റ് ഓണറാണ്, പക്ഷെ വണ്ടിക്ക് സൺറൂഫ് ഇല്ല. പിന്നെ അത്യാവശ്യം പാച്ച് വർക്ക് സംഭവമുണ്ട്. നമുക്കത് അത്ര ബോധിച്ചില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ മറ്റുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും അല്ലേ ഗൈസ്. അതുകൊണ്ട് ഞാൻ പുറത്തു വന്നു. കാരണം എന്ന് വെച്ചാൽ സംബന്ധിച്ചാൽ അവിടെ കൂടുതൽ ആൾക്കാർ നിൽക്കാൻ പാടില്ല, ഓരോ വീട്ടുകാർക്ക് ഓരോ ഇതാണല്ലോ. ഫൈനലി നമ്മളങ്ങനെ ഒരു വണ്ടി കണ്ട് തിരിച്ചു വന്നു. അടുത്ത 2 വണ്ടി കാണാൻ വേണ്ടി പോവാണ്. ഇതെന്താ കോർപ്പറേഷൻ്റെ വെള്ളം വണ്ടിയാന്ന് തോന്നുന്നു കേട്ടോ. ഓഫ്, മലിന്യം. നൈസായിട്ട് വെള്ളം തുറന്നു വിട്ടാക്കുന്നതാന്ന് തോന്നുന്നു കേട്ടോ, അല്ലെ ലീക്ക്. രണ്ടും അതേപോലെ ഉണ്ട് നോക്കിയേ. എന്നാൽ നൈസായിട്ട് വെള്ളം തുറന്നു വിട്ടാക്കുന്ന, അല്ലെങ്കിൽ എന്തോ ലീക്കാട്ടോ. ഓഫ്, ഇതൊക്കെയാണാവോ പൈസ. എന്തായാലും നമുക്ക് പോവാം, പോയി നോക്കാം അടുത്ത 2 വണ്ടിയും കൂടെ കേട്ടോ. കോർപ്പറേഷൻ പണിയാൻ ഏൽപ്പിച്ചാക്കുന്ന പണിക്കാരാ, അവരാലോചിച്ചുകൊണ്ട് നിൽക്കുമോ കാര്യങ്ങൾ. പിന്നെ എങ്ങനെ കാര്യങ്ങൾ ശരിയാവും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ. ഇവിടെ പല സ്ഥലത്ത് തന്നെ കേട്ടോ, പല ആൾക്കാരും പണി കേൾപ്പിച്ചിട്ടുണ്ടെങ്കിലും ആരും കറക്റ്റായിട്ടൊന്നും പണിയൊന്നുമില്ല. നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിലുള്ള ഏറ്റവും കൂടുതൽ പ്രശ്നം സർക്കാർ പണി കേൾപ്പിക്കും. അതെ, ഗവൺമെന്റ് നമ്മൾ എന്താ പറയുക, എല്ലാം പറഞ്ഞ ഗവൺമെന്റിനെ കുറ്റം പറയും. പക്ഷെ ശരിക്കും നമ്മൾ പറയുന്നത് ഗവൺമെന്റ് പണിയാൻ ഏൽപ്പിച്ച ആൾക്കാരെയാണ് പറയണ്ടത്. ഇനി ഒരു സംഭവം പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടില് ടെൻഡർ എടുക്കുന്നവർക്ക് പണി എടുക്കാൻ പറ്റിയില്ലെങ്കിൽ തുച്ഛമായ ഫൈന്, അത് വരേണ്ട സമയം കഴിഞ്ഞു. ഇപ്പൊ ഈ സ്ട്രീറ്റ് ഇപ്പൊ വലിയ പൈസക്ക് അവിടെ എടുത്തെന്ന് വെച്ചോ, ഇപ്പൊ ഒരു ലേലം വിളിച്ചൊരു പൈസക്ക് എടുത്തു, ഇത് ക്ലീൻ ആക്കിയില്ലെങ്കിൽ ഒരു ദിവസം ഇത്ര രൂപ ഫൈൻ. നമ്മുടെ റോഡില്ലേ, കേരളത്തിലെ റോഡ് ഇപ്പം ഇടിഞ്ഞു പോയിട്ടില്ലേ, അപ്പോൾ കറക്റ്റ് സമയത്ത് പണിയാഞ്ഞിട്ടൊരു ഫൈനില്ലേ, അതേപോലെ ഇന്ത്യ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നന്നാവും. നമുക്ക് ഇനിയിപ്പോൾ ഈ വണ്ടിയിലാണ് പോകുന്നത്. ഇവരെന്തോ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ, അതിന് ശേഷം വേണം നമുക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ഇവിടുന്ന് ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ ഗൈസ്. ഇപ്പം തന്നെ ഞങ്ങൾ 1 മണിക്കൂർ യാത്രയായിട്ടാണ് ഒരു വണ്ടി പോയി കണ്ടത്. ഇനി ഒരു 1.5 മണിക്കൂർ യാത്രയായിട്ടാണ് അടുത്ത വണ്ടി കാണാൻ വേണ്ടി. അങ്ങനെ ഓരോ ദിവസം മണിക്കൂറോളം യാത്ര ചെയ്താണ് നമ്മൾ വണ്ടി കാണാൻ വേണ്ടി വന്നത്. അങ്ങനെ നമ്മൾ അടുത്ത വണ്ടി കാണാൻ വേണ്ടി പോവാണ്.
കഴിച്ചേക്ക് റോഡിൽ മൊത്തം പൊടിയാണ്. അപ്പം പൊടി ഇത് ചെയ്യാൻ വേണ്ടി വെള്ളം ഒഴിച്ചുകൊണ്ട് പോകുന്നേ കാണുന്ന കേട്ടോ. ഗൈസ് അടുത്ത വണ്ടി നോക്കാൻ വേണ്ടി 100 കിലോമീറ്റർ പോകണം ടൗണിൽ നിന്ന്. ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചില്ല. പെട്ടെന്ന് മൊമോയും ചായയും ഒക്കെ സാധനങ്ങളൊക്കെ തിന്നിട്ട് നേരെ ഇടുവാണ്. കുഴപ്പമില്ല, കഴിക്കട്ടെ. എനിക്ക് ഞങ്ങളങ്ങനെ ഔട്ടറിലേക്ക് യാത്ര ചെയ്യാൻ പോവുകയാണ്. രാത്രിയാവും എത്തുമ്പം അവിടെ നിന്നൊരു വണ്ടി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. 6-7 മണിയൊക്കെ ആകുമ്പോൾ എത്തുമായിരിക്കും അവിടെ. അതിനുശേഷം ബാക്കി പരിപാടികൾ. എന്തായാലും നമ്മൾ നേരെ ഇറങ്ങും കേട്ടോ. പ്രോഗ്രാം നെക്സ്റ്റ് വെഹിക്കിൾ മാർക്കറ്റ് നോ വാഹനം കാര്യമില്ല കേട്ടോ, നല്ല വിലയില്ല. ആരും വരാതിരിക്കുക, വരുന്നവൻ്റെ കാശു അത്രേ ഉള്ളൂ കേട്ടോ. 40,000 രൂപയല്ലേ. നേരെ നമ്മൾ പോവുകയാണ്. ഇനി നമുക്ക് ഏതാണ്ട് ഒരു മണിക്കൂറോളം യാത്ര ഇറങ്ങണം. ഇന്നറിയുന്ന ഔട്ടർ ഇറങ്ങിയിട്ട് വേണം ഇനി നമുക്ക് വണ്ടി കാണാം. സഫാരിന്ന് എൻഡവർ 2 മണിക്കൂറോളം വേണം കേട്ടോ ഞങ്ങൾക്ക് ഈ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ. ഏകദേശം ഇരുട്ടൊക്കെ ആകാറായി, അതായത് സന്ധ്യയോടടുക്കാറായി. വലിയ സമയമായിട്ടില്ല, സമയം ഇപ്പം കറക്റ്റ് 5:10 ആയതുള്ളൂ കേട്ടോ. 150 കിലോമീറ്റർ അടുത്തെങ്ങാനുണ്ട് വൺ സൈഡ് കേട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ സഞ്ചരിച്ചൊരു വാഹനം CNG അടിക്കുന്നത് ഞാൻ കാണുന്നത് കേട്ടോ. ഗ്യാസ് അടിക്കുന്നത്. ഇത് ഇങ്ങനെ എന്തൊരു സാധനം കൊണ്ടുവന്നു. ഇതാണോ CNG? ലോക്ക് ചെയ്തു കേട്ടോ. ലോക്ക് ചെയ്യുന്നു, തുറക്കുന്നു. CNG റെഡി. എത്ര കയറുന്നുള്ള മീറ്ററിൽ കാണിക്കും. ഹലോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് CNG വണ്ടിയിൽ CNG അടിക്കുന്നത് ഞാൻ കണ്ടു. ആദ്യമായിട്ട് CNG വണ്ടിയിൽ യാത്ര ചെയ്തിട്ട് CNG അടിക്കുന്നത് കാണുന്നത്. ഇതിങ്ങനെ പ്രഷർ ചെയ്യുവാട്ടോ. ഗ്യാസ് അല്ലേ തുമ്പി? ഏത് നമ്മുടെ കുക്കിംഗ് ഗ്യാസ് പോലത്തെ? അത് LPG, ഇത് IGL. അങ്ങനെ എന്തൊക്കെയാണ് മര്യാദക്ക് ഇരുന്ന് രണ്ടുപേരും ഞാൻ സംശയത്തിലെ ഊളയിലേക്ക് ഞാൻ തള്ളി കിട്ടും. അല്ല, ഇത് ചിലവർ അടിച്ചിട്ട് പോയിട്ട് വീട്ടിൽ പോയിട്ട് കുക്ക് ചെയ്യുന്നവരുണ്ട്. ചോദിച്ചു നോക്കാം. भैया ये LPG सेम गैस है? LPG ये सही में भैया? ये LPG है ना कुकिंग करने के लिए, वो गैस है, गैस सही में? वो अलग होती है, अलग ही है. This is LNG. Liquid petroleum gas, LNG. G എന്ന് പറയുമ്പോൾ ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്. മറ്റേത് എന്നറിയില്ല. ലിക്വിഡ് പെട്രോളിയം ഗൂഗിൾ ആൻഡ് പുള്ളിക്കൊന്നും ഒരു പണിയെടുക്കാൻ താല്പര്യം കേട്ടോ. ഗൈസ് ഫൈനലി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇനി ഇവിടുന്ന് കുറേ സഞ്ചരിക്കാനുണ്ട്. അപ്രോക്സിമേറ്റ് എന്തൊരു സഞ്ചരിക്കാനുണ്ട് തുമ്പി? ഒരു അവർ 1.5 മണിക്കൂർ ഇനി സഞ്ചരിക്കാനുണ്ട്. 1 മണിക്കൂർ. ഇത് CNG ആയതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. നിങ്ങളിവിടെ ഒരു മല പോലെ എന്തെങ്കിലും കാണുന്നുണ്ടോ? എന്നാൽ അത് മലയല്ല, വേസ്റ്റ്. ഇത് എങ്ങോട്ടാ പോവാ? ഇത് എന്നാ കേട്ടോ ഗൈസ്, ഈ കാണുന്ന മലയല്ല കേട്ടോ. ലൈറ്റ് ഇട്ട് മൊത്തം JCB പണിയുന്നതല്ലേ? ഡൽഹിയിലെ വേസ്റ്റാണ് കേട്ടോ കാണുന്നത്. ഇത് മലയല്ല, ഡൽഹിയിലെ വേസ്റ്റാ ഗൈസ്. ഡൽഹിയിലെ വേസ്റ്റായിട്ട് കാണുന്നത്. എല്ലാം ഉണ്ട് ഗൈസ്. ഫൈനലി രാത്രി കേട്ടോ, നല്ല രീതിയിൽ ഇരുട്ടായി. അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സാധനം അല്ല എൻ്റെ പൊന്നു തുമ്പി, അത് MUS അല്ലല്ലോ. ഗൈസ് അങ്ങനെ മണിക്കൂറുകളോളം ഓടിയിട്ട് നമ്മളങ്ങനെ ഇന്നത്തെ ആദ്യത്തെ എൻഡവർ കാണുവാണ്. ആദ്യത്തെ എൻഡവർ ഇനി ഒരെണ്ണം അല്ല, ആദ്യത്തല്ല, രണ്ടാമത്തെ എൻഡവർ. ഇനി ഒരെണ്ണം കൂടെ കാണാനുണ്ട് കേട്ടോ. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല, കൊള്ളാം. ഇത് 18ആന്ന് തോന്നുന്നു. എൻജിൻ സൗണ്ട് വലിയ കുഴപ്പമില്ലല്ലേ തുമ്പി? അലഞ്ഞ് ഓടിയിട്ടുണ്ടല്ലേ തുമ്പി? ഓട്ടം അങ്ങനെ പറയാനില്ല, മെയിൻറ്റെയിനിങ് കുറവാണ് ഈ പൊടിയൊക്കെ. എന്നാ പറഞ്ഞേ? അപ്പൊ എന്നാ പറഞ്ഞേ?
ഇത് 3.8 ആട്ടോ, സൺറൂഫ് ഉള്ള മോഡല്. ഇതെത്ര വർക്കിങ്ങാ. മെയിൻ്റെനൻസ് ഇല്ലാത്ത ഒരു നല്ല പ്രശ്നമുണ്ട്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല. ഇത് രണ്ടാമത്തെ വണ്ടിയല്ല, ആദ്യത്തെ മറ്റേ വണ്ടി അല്ലല്ലോ. മറ്റേ വണ്ടിയല്ല. ഇതൊക്കെയാണ് തുമ്പിനെ പോലെയുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് കഴിഞ്ഞുള്ള ഗുണം. അവരിത് കറക്റ്റ് പറഞ്ഞു തരും എങ്ങനെയാന്നൊക്കെ ഉള്ളത്. തട്ടുണ്ടോ മുട്ടുണ്ടോ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ നമുക്ക് അറിയാം. ഉണ്ടോ ബെൻഡുണ്ടോ. VIP ഏരിയ കേട്ടോ അത്. ട്രാൻസ്മിഷനർ ഒന്നും വരില്ല അവിടെ. എന്തൊക്കെയോ കാണിക്കുന്നുണ്ടോ അവിടെ ഇൻഡിക്കേറ്ററിൽ. ECM മറ്റേ സാധനം കുത്തിക്കഴിഞ്ഞാൽ അറിയാം. തൂക്കുവലക്ക് കിട്ടണമെന്നല്ല, അല്ല ഇത് അത് ഫ്രണ്ടിൽ തൂക്കുവലക്ക് കിട്ടണ സുഖമാണ്. ഒരു 10 രൂപയ്ക്കോ 9 രൂപയ്ക്കോ. ഐസ് വണ്ടി സ്കാൻ ചെയ്യാൻ പോവാണ്. വലിയ കുഴപ്പമില്ലാത്തൊരു വണ്ടി, ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത് കുത്തി കഴിയുമ്പോൾ എന്തൊക്കെയൊക്കെ ഉണ്ട് അതൊക്കെ അറിയാം. എന്തൊക്കെയോ ഉണ്ട് കേട്ടോ ചേട്ടാ. ഓൾറെഡി എയർ ബാഗിന്റെ സിമ്പിൾ കിടക്കുന്നുണ്ട്. അത് ചിലപ്പോൾ പോകും. കാര്യം ചെയ്ത് നോക്കുമ്പോൾ അറിയാം എന്നൊക്കെയാണെന്നുള്ളത്. സ്വിച്ചുകളൊക്കെ ഒന്ന് അല്ല ആംബിയൻ ലൈറ്റ് കയറ്റിയൊക്കെ. ആംബിയൻ ലൈറ്റ് അല്ല ബ്രോ, ഇത് ഒരു കവർ ഉണ്ടായിരുന്നു ഇതിന്. പോയതാണോ? പോയത്. സാധനം പോകുന്നുണ്ട്. പാനോരമിക് സൺറൂഫ്, മിറർ. പകല് വന്ന് കുറച്ചും കൂടെ പകലാകുമ്പോൾ തന്നെ കറക്റ്റ് ഇതിൻ്റെ ഒരു ഷേപ്പ് മനസ്സിലാവേ. മിററുകളൊന്നും കുഴപ്പമില്ല. ഈ എൻ്റെ ഫ്രണ്ടിൽ 2 സീറ്റാട്ടോ സൂപ്പർ. ഈ സീറ്റും ഓക്കെ, ഇത്രേ ഉള്ളൂ. ഓക്കെ. എഞ്ചിൻ വലിയ കുഴപ്പമില്ലല്ലോ തുമ്പി. ഒന്ന് ആക്സിലേറ്റർ കൊടുത്തോ. ഞങ്ങളുടെ സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് സ്കാനിങ്. ഇതിൻ്റെ എത്ര മിനിറ്റ് ആയിട്ടോ മൊത്തം റിപ്പോർട്ട് പറഞ്ഞാൽ? ഇപ്പോൾ 100% ആയപ്പോൾ തന്നെ റിപ്പോർട്ട് 31%. ഇതിപ്പോൾ 100. സ്കാനിങ് പൂർത്തിയായി കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ എന്താണ് എങ്ങനെയാണെന്നുള്ളത്. എനിക്കൊന്ന് ഇതുവരെന്തോ അത്യാവശ്യം വലിയ നല്ല ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് പോവുകയാണ് സുഹൃത്തുക്കളെ. ടെസ്റ്റ് ഡ്രൈവ് കിട്ടുമോ കേട്ടോ എങ്ങനെയാണെന്നുള്ളത് ഓടിച്ചു നോക്കട്ടെ. ഇവിടെ ഡിസിഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡിസിഷൻ കണ്ട വണ്ടി നടപടിയായില്ല. അടുത്ത വണ്ടി കാണാൻ പോവുകയാണ്. അത് കാണുമ്പോൾ അറിയാം എങ്ങനെ ഉണ്ടെന്ന്. അതെ, പെണ്ണ് കാണാൻ പോലും ഇങ്ങനെ പോയിട്ടില്ല. ഇങ്ങനെ പെണ്ണ് കാണാൻ പോയത് പെണ്ണ് കിട്ടിയ ഞാൻ ഇന്നുവരെ പെണ്ണ് കാണാൻ പോയിട്ടില്ല. അതെ, വണ്ടി കാണാൻ ഇഷ്ടം പോലെ പോയിട്ടുണ്ട്. സത്യമായ കേസ് കേട്ടോ ചേട്ടൻ പറഞ്ഞ. എല്ലാ ഏരിയയും VIP ഏരിയകളാട്ടോ ഫുൾ. അതെ, എല്ലാ ഏരിയയും. നമുക്കിനിയും അടുത്ത വണ്ടി കാണാൻ പോവാം. സൂപ്പർ ഡയലോഗ് നിങ്ങളോടും രണ്ടുപേരോടും കൂടെ ഒരു കാര്യം പറയാനുള്ളൂ. രണ്ടായിട്ട് പറയാൻ താല്പര്യമില്ല. തറ റേറ്റ് ഇട്ടാ വണ്ടി കിട്ടത്തില്ല. കേട്ടല്ലോ, നമ്മള് മാർക്കറ്റിലെ നല്ല റേറ്റ് ഭയ്യാ കിത്നാക്കോ മിലേഗാ അത് പറഞ്ഞിട്ട് ഒറ്റ പോക്ക് അവന്റെ ഫോൺ നമ്പർ ഹിന്ദിയിൽ തെറി നമ്മളായിരിക്കുന്നത് മനസ്സിലാവും. ആണ്. ഇന്ന് പാർട്ടിയുടെ വീട്ടിൽ കൊണ്ട് 2 കാണിച്ചു. അയാൾ എന്നെ തല്ലിയില്ലെന്നേ ഉള്ളൂ. വലിയൊരു കോടീശ്വരൻ സ്ഥലത്തായി. എൻ്റെ പൊന്നെ, ഇവിടെ ഇപ്പം വണ്ടി നോക്കാൻ വേണ്ടി വന്നാക്കണം കേട്ടോ. LC വണ്ടി നോക്കാം കേട്ടോ. LC എനിക്ക് കോടീശ്വരനാട്ടോ. പുത്തൻ LC. MLA ആണ് ഇവിടുത്തെ. എൻ്റെ വലിയ ഒരു കോടീശ്വരൻ. ഇവിടുത്തെ വലിയ എന്തോ പൊളിറ്റീഷ്യനാണ് കോൺഗ്രസിൻ്റെ. നോക്കൂ, ഇത് 3 എൻഡോർ ഉണ്ടെന്നാ പറഞ്ഞത്. പിന്നെ ഇപ്പോൾ ഒരു 3 ഡിഫൻഡർ റൂബിക്കോൺ, പിന്നെ അകത്തൊരു LC. വീട് തന്നെ ഒരു വാമ്പം വീട്. ഓഫ്, ഔട്ടറിൽ നിന്ന് ഇന്നറിലെത്തിയേ. ഞങ്ങളിപ്പം ഡൽഹിയുടെ ഉള്ളിൽ കയറി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോവാ. രാത്രികാല ചെക്കിങ് കാണുന്ന കേട്ടോ. ഇതില്ലാതെ നമുക്ക് റൂമിലേക്ക് പോകാൻ പോലും പറ്റത്തില്ല. പിടിച്ച് ഞങ്ങളെ കൊടഞ്ഞെന്ന് പറഞ്ഞാ ആയിട്ട് ചെണ്ണാക്കി കിട്ടി. അല്ലല്ല, ഏറ്റവും വലിയ കൂടി ഡിക്കി തുറന്നപ്പോ ഒരു ചെറിയ സീറ്റിംഗ് കഷ്ണം താഴെ പോയി. പിന്നെ മൊത്തം പ്രശ്നമായി. നമ്മളാണ് വലിയില്ല, കുടിയില്ല, ഒരു സാധനവും ഇല്ല. വലിയ ഉള്ള സമയത്ത് ഇത് പറഞ്ഞാൽ കുഴപ്പമില്ല. ലിവിങ് ചെയ്തിട്ട് പറയാ, ഏ ഭയ്യാ ആപ്കോ പത്താ നഹീ ഹൈ,
പിയേगा സ്മെൽ ആയേगाന്ന് പോലീസുകാരനോട് ഭയ്യ ഞാനൊക്കെ തുമ്പി വെക്കാം സാർ ചോട് ദോ സാർ മേ ജായേഗ സാർ. പിന്നെ നമ്മള് യൂട്യൂബർ അതായത് അതൊക്കെ കാണിച്ചു കൊടുത്തപ്പോ അവർക്ക് നല്ല രീതിയിൽ അതായത് പൊക്കണം അതാ പറഞ്ഞ കഞ്ചാവാണെന്ന് നോക്കാം. നമ്മളെ കണ്ട് അങ്ങനെ തോന്നുന്നു ഗൈസ്, എനിക്കറിയത്തില്ല കേട്ടോ. മണം ഉണ്ടാവില്ല വലിച്ചു കഴിഞ്ഞാൽ കാര്യം പറഞ്ഞപ്പോ വിട്ടു. അതെ, നമ്മൾ മാന്യമായിട്ട് കാര്യം പറഞ്ഞപ്പോ വിട്ടു, വലിയ കുഴപ്പമില്ല. അല്ല നമ്മൾ ഹൈഡ് ചെയ്ത് നിൽക്കാൻ നേരത്താണ് ഇതൊക്കെ വിഷയം. ഞങ്ങൾ അങ്ങോട്ട് ഇടിച്ചു കഴിഞ്ഞാൽ സംസാരിക്കാം, പ്രശ്നമില്ല. നമ്മള് വലിയ കൊണാണ്ടർമാരാന്നൊക്കെ ലാസ്റ്റ് പറയാ ഫ്രണ്ടിലിരുന്നും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല, എന്തേലും നോക്കി കണ്ടും ചെയ്യാൻ സാറേ ഒരു അനിയനെ പോലെ അനിയനെ പോലെ എന്തിനു കണ്ടറിഞ്ഞ് ഗൈസ്. ഇവരെ ഉണ്ടല്ലോ, ഇവരെ എന്തിനാ ഇവിടെ നിർത്തിയാക്കുന്ന അറിയാമോ? ഇവിടെ രാത്രി ആയാലും കേറുന്നുണ്ടോ പ്രശ്നം ഉണ്ടായിരുന്നു. ഇവരെന്താ വിചാരിക്കുന്ന അറിയാം, എങ്ങനെയാലും 10 കാശുണ്ടോ ഇതിന് പാവം കേട്ടോ. എന്തായാലും ആട്ടെ, നമുക്കിനി റൂമിലേക്ക് കുറച്ചും കൂടി ഉള്ളതാ, നേരെ പോവാണ്. ഈ പുക പോലെ കാണുന്ന ഒന്നും മഞ്ഞല്ല, പൊല്യൂഷൻ ആട്ടോ. ഫ്രണ്ടിൽ കത്തിച്ചോണ്ട് പോകുന്നത്, ഫ്രണ്ടിൽ കത്തിച്ചുകൊണ്ട് പോകുന്നുണ്ടോ? ആ, ഞാൻ ബെൽറ്റ് ഇട്ടു. ഗൈസ്, ഒരു മാർക്കറ്റിന്റെ അവസ്ഥ നോക്കി. ഞങ്ങളുടെ റൂം എത്താറായി. എന്റെ ദൈവമേ, കണ്ട സഹിക്കല്ലോ കേട്ടോ. ഇതിനെ ആരും വൃത്തിയാക്കൊന്നുമില്ലായിരിക്കല്ലോ ആണോ? ഗൈസ് നോക്കൂ, അങ്ങനെ ഫൈനലി എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ റൂമിൽ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ കൂടെ എത്ര ദിവസം? ഇന്നത്തെ കൂടെ എനിക്ക് 10 ദിവസം ആകാനായി. 10 ആയിട്ടൊന്നുമില്ല, 5 ദിവസം 5-6 ദിവസം എന്തായാലും ആറായി. ഗൈസ് നോക്ക്, 6 ദിവസമായി. നമ്മൾ ഇത്രയും ദിവസം അത്യാവശ്യം കുറച്ച് വണ്ടികൾ കണ്ടു. നമ്മൾ വിചാരിച്ച പോലത്തെ വണ്ടികൾ കിട്ടുമ്പോൾ അതിന് ഭയങ്കര വില. നമ്മൾ വില കുറഞ്ഞ വണ്ടി എന്ന് പറയുമ്പം ജഡമാണ്. ഇന്നൊരു വണ്ടി കണ്ടപാടെ തുമ്പിച്ചാൽ ഞാൻ ഭാഗത്ത് വേണ്ട പൊക്കോളാൻ പറയും. ജഡം ഗൈസ്, അതായത് ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഇവിടെ വണ്ടിക്ക് പഴയ പോലെ വണ്ടി നമ്പർ എടുത്തിട്ടില്ലേ? പഴയ പോലെ അല്ല, വണ്ടിക്ക് നല്ല മാർക്കറ്റായി. പിന്നെ അത് മാത്രമല്ല, ഇനിയും വില കുറയണേ തന്നെ ഈ ഡിസംബർ കഴിഞ്ഞ് അടുത്ത ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴേക്കും വില കുറയത്തുള്ളൂ. ഈ റെന്റിന് ആൾക്കാർ വണ്ടി എടുക്കും, അത് വില കുറച്ച് വണ്ടി കിട്ടും. അപ്പം ഇപ്പം 14 15 രജിസ്ട്രേഷൻ ചെയ്താൽ മതി, വണ്ടി വില കുറയും. അന്നിപ്പം കുറേ മാർക്കറ്റിലോട്ട് വണ്ടി വരും. ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ നമ്മളൊരു കാര്യം നോക്കേണ്ടത്, GST കുറഞ്ഞതോടുകൂടി നമുക്ക് ഡൽഹിയിൽ നിന്നുള്ള വാഹനങ്ങൾ എടുക്കൽ നഷ്ടമായി. അതെ, നാട്ടിലും ഇവിടെയൊക്കെ ഏകദേശം ഒരേ വില തന്നെയായി. ഗൈസ് നോക്കൂ, അതായത് ഞങ്ങളെപ്പോലെ കണ്ടമാനം ആൾക്കാരാണ് റൂം എടുത്ത് ഡൽഹിയിൽ ഈ വണ്ടിക്ക് വേണ്ടി, ഒരു വണ്ടിക്കും കച്ചവടത്തിനും പിന്നെ അതുകൂടാതെ പല ആവശ്യങ്ങൾക്കായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഞങ്ങൾ മാത്രമല്ല, അതിൽ കുറേയധികം പേര് തിരിച്ചു പോയി. കാരണം അവർ വിചാരിച്ചാലും വണ്ടി കിട്ടിയില്ല. ഒരാൾ ഫോർച്യൂണർ നോക്കി നടന്നിട്ട് അവർക്കെല്ലാം ഇടി കിട്ടിയതും പിന്നെ അവർ ഉണ്ട വണ്ടികളൊക്കെ കിട്ടിയ ലാസ്റ്റ് അവർ കയറിപ്പോയി. ഇൻസ്പെക്ഷൻ ചെയ്യുന്ന ആൾക്കാർ അതിനെ പറഞ്ഞോളൂ, ആ ആളില്ലാതെ ഡൽഹി വന്ന് നമ്മൾ വണ്ടി എടുക്കരുത്. സത്യസന്ധമായ കാര്യം പറഞ്ഞാൽ ഹിസ്റ്ററി ആദ്യം നമ്മൾ നോക്കേണ്ടതെന്ന് ഒരു ഹിസ്റ്ററി എടുക്കുക. അത് നമുക്ക് ഹിസ്റ്ററി എടുക്കണം സിമ്പിളായിട്ട്. കാർ ഇൻഫോ എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്, അതിൻ്റെ അകത്ത് കയറിയാലും നിങ്ങൾക്ക് ഇൻഫോ കറക്റ്റായിട്ട് കിട്ടും. അതേപോലെ ഒരു വണ്ടീനെ കുറിച്ച് നല്ല പരിചയമുള്ള ആൾ, അല്ലെ വർക്ക്ഷോപ്പിലുള്ള ഒരാൾ, അല്ലെ വണ്ടി സ്ഥിരം ചെക്ക് ചെയ്യുന്ന ഒരാൾ. പിന്നെ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ കുത്തി കമ്പ്യൂട്ടർ എടുക്കുന്ന ആൾക്കാരുണ്ട്, അത്രയും കൂടെ. മറ്റേ വേറെ കാര്യമുണ്ട്, ഒറ്റയ്ക്ക് വന്ന് വണ്ടി എടുക്കൽ ചതി കിട്ടും, NOC കിട്ടാതെ വരും. ഞങ്ങളെ ഒരു 10-200 പേര് വിളിച്ച് കാണും വണ്ടി എടുത്ത് നാട്ടിൽ കൊണ്ടുപോയിട്ട് NOC കിട്ടാത്ത ആൾക്കാർ. അവർ കിളിക്കൂട് പണിയണോ പട്ടിക്കൂട് പണിയണോ എന്ന് ആലോചിച്ചിരിക്കുന്നു. 15 ലക്ഷത്തിൽ കുറഞ്ഞ വണ്ടികളില്ല. അത് ഒരു 4 വണ്ടിയെങ്കിലും ഇപ്പം തുമ്പി ഇപ്പം ശരിയാക്കി കൊടുത്തിട്ടുണ്ട് പേപ്പർ വർക്ക്. ഗൈസ്, അപ്പം നമ്മൾ വിചാരിക്കുന്നില്ല നമ്മൾ ചാടിക്കറി എടുക്കാൻ പറ്റിയൊരു സംഭവം. നമ്മൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നല്ലൊരു വണ്ടി കിട്ടുമ്പം ആ വണ്ടി എടുക്കണം. അതെ, നമ്മളിപ്പോൾ വണ്ടി എടുക്കാൻ നേരത്ത് നമ്മൾ സൂക്ഷിക്കുക. പൈസ കയ്യിൽ നിന്ന് പോയിട്ട് ഇപ്പം നമ്മൾ വീട്ടിൽ ചെന്നിട്ട് വണ്ടി കൊള്ളുന്ന കാര്യമില്ല. അതെ, എടുക്കാൻ നേരത്ത് എല്ലാ ഭാഗങ്ങളും 4 ഭാഗങ്ങളും ചിന്തിച്ച് സൂക്ഷിച്ച് ഫുള്ള് നോക്കിയാൽ നമ്മൾ വണ്ടി എടുക്കും. ഇന്ന് നമ്മൾ വണ്ടി കാണാൻ പോയത് വളരെ ലോങ് ആയിരുന്നു. ആദ്യം പോയത് തന്നെ എൻ്റെ ഒരു 10-40 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് രണ്ടാമത് പോയത് എൻ്റെ 100 സംതിങ് കിലോമീറ്റർ വൺ സൈഡ്. അപ്പോൾ 2 സൈഡും കൂടെ 200 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഇന്ന് നമ്മൾ കണ്ടമാനം യാത്ര ചെയ്തു. പിന്നെ അത് മാത്രമല്ല, നമ്മൾ തിങ്ങി വണ്ടിയുടെ ബേക്കിൽ ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കര ക്ഷീണം. പിന്നെ ഇവിടുത്തെ ട്രാഫിക് എല്ലാവർക്കും അറിയാമല്ലോ, ചവിട്ടി കുത്തിയുള്ള പോക്കാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ആയപ്പോൾ നമ്മൾ ടയർഡായിപ്പോയി.
നമ്മൾ ഫൈനലി റൂമിലെത്തി. അപ്പം നാളെ നടക്കുമെന്നറിയില്ല. നാളെ കഴിഞ്ഞൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആവുമായിരിക്കും. നാളെ ആവുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഒന്നും ഉറപ്പൊന്നുമില്ല എങ്ങനെ ആവും എന്താണെന്നുള്ളത്. നമ്മൾ വില പറയുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർ നമ്മളെ തല്ലാൻ വേണ്ടി വരും. അതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ അവിടുന്ന് ആൾക്കാർ വന്നിട്ട് അവിടുത്തെ പൈസയ്ക്ക്, അവിടെ നാട്ടിലെ വണ്ടി വിൽക്കുന്ന പൈസയ്ക്ക് ഇവിടുന്ന് ഇന്നോവ ക്രിസ്റ്റ, ഫോർച്യൂണർ, അങ്ങനെയുള്ള എൻഡവർ, ഇങ്ങനെയുള്ള വണ്ടിക്ക് വിലയാക്കി വെച്ചു. അതായത് നാട്ടിലത്തെ പൈസ. അപ്പം നമുക്ക് സാധാരണ ഉള്ള ചിന്തിച്ച ഒരാൾക്ക് ഇവിടെ എടുക്കാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ ചെല്ലാൻ നേരത്ത് പേപ്പർ വേണമെന്നതിന് പൈസ വേണം. അല്ലെ നമ്മൾ ഡൽഹി അല്ലാതെ HR ഒക്കെ പിന്നെ നമുക്ക് ഉപയോഗിക്കും. പിന്നെ മറ്റേ R200 അടിച്ച് ഫൈൻ അടിച്ചു തരും. അങ്ങനെ നോക്കാൻ നേരത്തെ ഇത് ലാഭമാണെന്ന് ചില വണ്ടികളൊക്കെ ഹെവി ഫൈനുകളുണ്ട്. നമ്മൾ 2 ലക്ഷം ഫൈൻ. 2 ലക്ഷം ഫൈൻ. ഇവരിപ്പോൾ ഇവിടെ വന്നിട്ട് പറയാം അത് ഇവർ RT ഓഫീസിൽ നിന്ന് മാറ്റി തരാമെന്നൊക്കെ പറയും. പക്ഷെ അതിന് നിൽക്കരുത്, അന്ന് മാറാൻ നിൽക്കില്ല. അതിന് പരിവാഹൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അത് അടയ്ക്കേണ്ടത് തന്നെ വരും. അതേപോലെ തന്നെ ഇവിടെ വണ്ടി കിട്ടും, ചെണ്ടയായ വണ്ടികൾ കുറഞ്ഞ പൈസക്ക് കിട്ടും. നല്ല വണ്ടിക്ക് നല്ല പൈസ, ചെണ്ട വണ്ടിക്ക് ചെണ്ട പൈസ. ഗൈസ്, അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത്തരം കാര്യം പറഞ്ഞാൽ ഞങ്ങൾ നിർത്തുവാണ്. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ. ഗുഡ് ബൈ ആൻഡ് ചെണ്ട സി യു.